ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ റമദാനായിട്ട് ഇവിടെ പലചരക്ക് സാധനങ്ങളൊന്നും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ മേടിച്ചിട്ടും പിന്നെ ഇന്നലത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. എല്ലാവരും കണ്ടു നോക്കുക. പച്ചക്കറി നമ്മളിങ്ങനെ വഴവെക്കുന്ന ഒരു കിറ്റാണ് മേടിച്ചത്. അവളങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഒരു കിറ്റ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കടല മാവോ ഗോതമ്പ് പൊടിയാണ്. കട്ട് ചെയ്യട്ടെ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇവിടെ അടുത്തൊരു ഇങ്ങനത്തെ ഒരു ചെറിയൊരു മിനി മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് മേടിക്കൽ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ മേടിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം റമദാനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. പച്ചക്കറി, സമൂസ ഷീറ്റ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുട്ടികൾക്കുള്ള ന്യൂഡിൽസ്, പിന്നെ റവ, മൈദ, ഗോതമ്പ്, അങ്ങനെ എല്ലാം നമ്മൾ ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ജോയിൻറ്റ് ഫാമിലിയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. മുട്ട എങ്ങനെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. മുട്ട ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് കുറച്ചധികം തന്നെ മേടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നോമ്പ് തുറക്കായിട്ട് നമ്മൾ ചിക്കൻ കറിയും ദോശയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആ ചിക്കൻ കറിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് സമൂസയിലേക്ക് വേണ്ട മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ ചെറുതായി നുറുക്കിയതാണ്. അത് കഴുകിയതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ
സവോള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവറും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കുറച്ച് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തതിന് ശേഷം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് മേടിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വിസ്സിൻ്റെ ഷീറ്റാണ് മേടിക്കൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മൈദയുടെ മാവ് എടുത്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോൾ ചെയ്ത സമൂസയൊക്കെ കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം സമൂസ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സമൂസ വേഗമായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ എണ്ണക്കടിയായിട്ട് സമൂസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് നമ്മൾ അവിൽ മിൽക്കും പിന്നെ നമ്മൾ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണതെന്ന്. അപ്പോൾ അവിൽ മിൽക്കിന് ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അവിൽ മിൽക്കിൻ്റെ പൊരി. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഷേക്ക് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ, കാരണം നമുക്ക് നോമ്പല്ലേ. അപ്പോൾ കുടിക്കാൻ പാകത്തിനായിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയതും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ ടോപ്പിങ്സിനായിട്ട് എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ നമ്മൾ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് തണ്ണിമത്തനും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയും പാടെ ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.